ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ അരിപ്പൊടിയാണ് എടുത്തത്. ഇത് നമ്മൾ വെള്ളപ്പം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധാ വറുക്കാത്ത അരിപ്പൊടിയാണ് ഇത്. പിന്നെ അതിലേക്ക് ഒരു തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങേൻ്റെ അളവ് കുറച്ച് കുറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊന്ന് കലക്കിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ അരിപ്പൊടി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പാവ് കാച്ചാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേർമയായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കാച്ചി കുറുക്കിയെടുക്കണേ. നമ്മൾ കട്ട കെട്ടാതെ തുടരെ ഒന്ന് ഇളക്കിയിട്ടാണ് ഇതൊന്ന് കാച്ചിയെടുക്കേണ്ടത്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് തിക്കായി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ 1.5 കിലോ അരിപ്പൊടി എടുക്കുന്നത് എനിക്കൊരാഴ്ചത്തേക്കുള്ള ഒരളവാണ്. ഒരാഴ്ച വരെ ഞാൻ ഈ ഒരു പത്തിരി അടിച്ചു വെച്ചാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിതാ ചിരവിയ തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള മാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ അടിച്ചു വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ പത്തിരി. നമുക്കിനി സാദാ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് ലൂസാക്കിയിട്ട് കലക്കിയെടുക്കരുത്. നമ്മളിതൊന്ന് മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്നും കൂടെ ലൂസായി വരും. ഇനി നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്ത്. ഇനി നമുക്കിങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത് ഒരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് റെഡിയാക്കുമ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവ് പുളിച്ച് പോവാതെ എടുക്കണേ. അങ്ങനെ ഒരുപാട് സമയം പുറത്ത് വെക്കുകയാണെങ്കിൽ മാവ് പുളിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 4 മണിക്കൂറോളം വെച്ചാൽ മതി. ബാക്കി സമയങ്ങളിൽ നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് ചുട്ടെടുക്കാനുള്ളത് എടുത്തിട്ട് ഞാൻ ഈ കണ്ടെയ്നർ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ചുട്ടെടുക്കാനുള്ളത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നേർപ്പിക്കുന്നുണ്ട്. ഒരുപാട് നേർത്ത് പോയത് നമ്മളൊരു വെള്ളപ്പത്തിൻ്റെ ഒക്കെ ഒരു പാകത്തിന് കുറച്ച് കട്ടിക്ക് വേണം ഇത് കലക്കിയെടുക്കാൻ. നന്ന് നേർത്ത് പോയാൽ നമ്മൾ മാവ് പത്തിരി ഒഴിക്കുമ്പോൾ വല്ലാതെ തിന്നായിപ്പോവും. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ്. വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ. നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പാനിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത്. ഈ ഒരു സമയത്ത് മൊത്തത്തിൽ നമ്മൾ ഈ ഓൾസ് വന്നതിന് ശേഷമുള്ളൂ കേട്ടോ തീൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കാൻ പാടുള്ളൂ. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. മൊത്തത്തിൽ ഓൾസ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഓൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു 30 സെക്കൻഡ് അത്രത്തോളം മതിയാവും. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടിയത്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് അടിക്കുന്നതുകൊണ്ട് ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അതുപോലെ കറിയില്ലെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് മധുരം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പത്തിരി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കി നമ്മൾ പരുത്തേ കൊഴുക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
ലൈക്കും സബ്സ്ക്രൈബിൻ്റെയും കൂടെ തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കമൻറ്റുകൾ ചെയ്തെങ്കിലാണ് നമ്മളെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുള്ളൂ. അതുകൊണ്ട് കമൻറ്റും കൂടെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.